വേദിയിലും സദസ്സിലുമെല്ലാമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ആദരണീയനായ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മനുഷ്യർക്കൊപ്പം എന്ന ഈ കേരള യാത്ര ഏറെ പ്രാധാന്യമുള്ളതാണ്. വർത്തമാനകാലത്തിൻ്റെ എല്ലാ വിഷയങ്ങളോടും ഗൗരവതരമായി പ്രതികരിക്കുന്ന ഒന്നുമാണ്. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു യാത്രാ പരിപാടി സംഘടിപ്പിച്ച എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് ഞാനും അഭിനന്ദിക്കുന്നു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു മുദ്രാവാക്യമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ളത്. യന്ത്രങ്ങളുടെ കാലത്ത് മനുഷ്യൻ്റെ പക്ഷം പിടിക്കുക എന്നുള്ളത് ഒരു നൈതികമായ ബാധ്യതയും അനിവാര്യതയുമാണ് എന്ന് ഈ കേരള യാത്ര നമ്മളോട് പറയുന്നുണ്ട്. ആദരണീയനായ ഉസ്താദിൻ്റെ തന്നെ ഒരു വാചകം ഇടയ്ക്ക് ശ്രദ്ധിച്ചു. മനുഷ്യർക്കൊപ്പം അല്ലാതെ മുസ്ലിങ്ങൾക്കൊപ്പം എന്നല്ല എന്ന്. അങ്ങേയറ്റം അർത്ഥവത്തായ ഒരു വാചകമായിരുന്നു അത്. എല്ലായിടത്തും മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുകൂടി, സ്നേഹത്തിൻ്റെ ഒരു രീതി, സ്നേഹത്തെ ഹൃദയത്തോടൊപ്പം ചേർത്ത് വെക്കുന്നെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത്തരമൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേരള യാത്രയിലൂടെയും ഉണ്ടാവുന്നത്. ഇന്ന് ലോകം ഒരുപാട് പുരോഗമിക്കുന്നുണ്ട്, ശാസ്ത്രം ഒരുപാട് മുന്നേറുന്നുണ്ട്, സാങ്കേതികവിദ്യ കുതിച്ചു പായുന്നുണ്ട്. നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴെല്ലാം ഉണ്ടാകുന്ന ഏറ്റവും സുപ്രധാനമായൊരു ചോദ്യം മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെയാണ് ഉസ്താദിൻ്റെ ഈ പ്രഖ്യാപനവും ഈ യാത്രയും ഏറെ പ്രസക്തമാകുന്നത്. കേരള യാത്രയുമായി ബന്ധപ്പെട്ട ഇതോടൊപ്പം ചേർത്ത് വച്ചിരിക്കുന്ന ഈ പ്രസിദ്ധീകരണങ്ങൾ അതിൻ്റെ എല്ലാ ഉത്തരങ്ങളും നൽകുന്നുണ്ട്. സമന്വയത്തിൻ്റെ ഒരു ശബ്ദമാണ് ഇതിലൂടെ നമുക്കെല്ലാം കാണാൻ കഴിയുക. കാന്തപുരം ഉസ്താദ് ആ ശബ്ദത്തെയാണ് ദീർഘകാലമായി നമ്മുടെ മണ്ണിൽ ഉറക്കെ ഉറക്കെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമന്വയത്തിൻ്റെ ശബ്ദവും സൗഹാർദ്ദത്തിൻ്റെ പാലവുമായി തീരാൻ കാന്തപുരം ഉസ്താദിന് കഴിയുന്നുണ്ട് എന്ന് ഇന്നലകളും ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്, അനുഭവമായി നമ്മുടെ മുമ്പിലുണ്ട്. മതങ്ങൾ നമുക്കെല്ലാം ഇടയിൽ, മനുഷ്യർക്കിടയിൽ മതിലുകൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആ മതിലുകൾ പൊളിക്കുക എന്നത് മാനവികതയിൽ ഊന്നുന്നത് ചെയ്യേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ കടമയും കർത്തവ്യവുമാണ് എന്ന് ഈ മുദ്രാവാക്യവും വിളിച്ചു പറയുന്നുണ്ട്, ഉസ്താദ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കി, നിരവധി ഇടങ്ങളിലൂടെയാണ് യാത്ര കടന്നു വരുന്നത് എന്ന് കണ്ടു. നമ്മൾ ജനുവരി 1-ാം തീയതി തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിൽ നിന്ന് 14-ാം തീയതി എത്തി നിൽക്കുമ്പോൾ എത്രയോ ഇടങ്ങളിലൂടെ യാത്ര ചെയ്തു. എത്രയോ ഇടങ്ങളിലൂടെ യാത്ര ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അനേക ലക്ഷം മനസ്സുകളിലൂടെ കേരള യാത്ര അല്ലെങ്കിൽ ഉസ്താദ് യാത്ര ചെയ്തു എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സ്ഥലങ്ങൾക്കപ്പുറത്തേക്ക്, സ്വീകരണ കേന്ദ്രങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യനിലൂടെ, ഹൃദയങ്ങളിലൂടെ യാത്ര അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇത് മനുഷ്യത്വത്തെ തിരികെ കൊണ്ടുവരാനുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു യാത്രയായി മാറുന്നുണ്ട്. നമ്മുടെ ഈ കാലഘട്ടം മറ്റൊരുപാട് പ്രതിസന്ധികളെയും കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഭയവും വെറുപ്പും വിദ്വേഷവുമെല്ലാം അരങ്ങുവാണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ, നമ്മൾ കായംകുളത്ത് നിൽക്കുമ്പോഴും, നമ്മൾ ഓരോ ഇടങ്ങളിൽ ജീവിക്കുമ്പോഴും നമുക്കെല്ലാം ഏറ്റവും പ്രമുഖമായ കരുത്തായി നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ഭരണഘടനയെപ്പോലും അപ്രസക്തമാക്കുന്ന തരത്തിലേക്ക് ഭരണകൂടങ്ങൾ ഭരണഘടനയുടെ ആരാച്ചാർമാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരിടത്ത്, ഭയം രാഷ്ട്രീയ മുദ്രാവാക്യമായി തീരുന്ന ഇടത്ത് നമുക്ക് മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നത്, ഭയം വിതയ്ക്കുന്നൊരു കാലത്ത് ധൈര്യത്തോടെ ഇതെല്ലാം പറയാനുള്ള ഒരു യാത്ര എന്നുള്ളത്, സ്നേഹം വെറുപ്പ് പടരുന്നൊരു കാലത്ത് സ്നേഹം പഠിപ്പിക്കാനുള്ളൊരു യാത്രയായി മാറുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറുപ്പ് രാഷ്ട്രീയമായുധമാകുന്ന, ഭയം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി തീരുന്ന,
അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് മതം ഒരു വിപണനത്തിൻ്റെ വസ്തുവായിത്തീരുന്ന ഒരു കാലത്താണ് മനുഷ്യർക്കൊപ്പം എന്ന വാക്ക് തീഷ്ണമായ പ്രതിരോധത്തിൻ്റെ അടയാളവാക്യമായി മാറുന്നത്. മനുഷ്യർക്കൊപ്പം എന്നുള്ളത് വെറുതെ അങ്ങനെ പറഞ്ഞു പോകേണ്ടുന്ന ഒരു കാര്യം അല്ല, ഒരു പ്രതിരോധത്തിൻ്റെ അടയാളമായി അത് മാറുകയാണ്. ഇന്ത്യൻ സാഹചര്യം മനുഷ്യർക്കൊപ്പം എന്നുള്ളതിനെ അങ്ങേയറ്റത്തെ പ്രതിരോധത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ ശബ്ദമാക്കി മാറ്റി തീർക്കുന്നുണ്ട്. പലതിനെയും മറച്ചു പിടിക്കുന്നുണ്ട്. തൊഴിലില്ലായ്മയെ മറച്ചു പിടിക്കാൻ മതവൈരം നൽകുക എന്നത് ഇന്ത്യയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പരാജയം മറച്ചു പിടിക്കാൻ ശത്രുക്കളെ സൃഷ്ടിക്കുക എന്ന ഏറ്റവും പ്രമുഖമാണെന്ന് കാണുന്ന ഒരു രീതി നമ്മൾ ഇന്ത്യയിൽ കാണുന്നുണ്ട്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധയെ മാറ്റി നിർത്താനായിട്ടും വെറുപ്പിനെ എല്ലാ ഇടങ്ങളിലേക്കും പടർത്തുക എന്നുള്ളതും ഏറ്റവും പ്രമുഖമായി കാണുന്നൊരു രീതി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. ഇത് ചോദ്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ് നിങ്ങൾ ഏതു പക്ഷത്തെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുന്നത്. നിങ്ങൾ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും കരുണയുടെയും പക്ഷത്താണോ എന്നുള്ള ചോദ്യമുണ്ട്. ആ പക്ഷത്തിൻ്റെ പേരാണ് മനുഷ്യർക്കൊപ്പം എന്ന പക്ഷം. അതുകൊണ്ടാണ് ഒരു നാടിൻ്റെ മണ്ണിൽ ഇത് അനിവാര്യതയാണ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഇവിടെ ഉൽപ്പാദിപ്പിക്കെടുക്കേണ്ടത് വെറുപ്പിൻ്റെ സൈനികരെയല്ല. ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം വെറുപ്പിൻ്റെ സൈനികരെ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് മനുഷ്യത്വത്തിൻ്റെ പൗരന്മാരാകാൻ കഴിയുമെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യം എല്ലായിടങ്ങളിൽ നിന്നും ഉയർന്നു വരേണ്ടതുണ്ട്. ആസേത് ഹിമാചലം പരന്നു കിടക്കുന്ന ഈ പുണ്യപുരാതനമായ ഭാരതഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് ഇത്തരത്തിലുള്ള സൈനികർക്കപ്പുറത്തേക്ക് മനുഷ്യത്വത്തിൻ്റെ പൗരന്മാരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. വെറുപ്പിൻ്റെ സൈനികരല്ല, വിദ്വേഷത്തിൻ്റെ സൈനികരല്ല, മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ പൗരന്മാരെ തിരഞ്ഞെടുക്കാൻ കഴിയും. ആ തെരഞ്ഞെടുപ്പ് നമ്മളുടെ ഓരോരുത്തരുടെയുമാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ യാത്ര പറയുന്നത്, കേരള യാത്ര പറയുന്നത്. ഉസ്താദ് വേറെ ഏതെങ്കിലും പാർലമെന്റ്, അസംബ്ലി, പഞ്ചായത്ത് ആ തെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തല്ല. സാധാരണഗതിയിൽ നാം കണ്ടുവരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യാത്രകൾക്ക് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഉദ്ദേശങ്ങളുണ്ടാവും. പക്ഷേ എന്നാൽ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ചോദിക്കുന്നു. വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രംഗങ്ങളിൽ നിന്ന് മാറ്റി മാനവീയതയുടെ പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് നമ്മളുടേതായി മാറുകയാണ്. നമ്മൾ ഏതു പക്ഷത്ത് എന്നുള്ള ചോദ്യം അതുകൊണ്ട് തന്നെയാണ്. അവിടെയാണ് വൈരാഗ്യം കൊടുക്കുന്ന, ഭാവിയെക്കുറിച്ച് കാണിക്കാതെ ശത്രുവിനെ കാണിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയത്തോട് എതിർപ്പ് രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമായി തീരുന്നത്. ഞാൻ ഈ നോട്ടീസ് കണ്ടു. ഇതിനകത്ത് ഏറ്റവും പ്രമുഖമായി പറഞ്ഞു സർവൈലൻസ് ക്യാപിറ്റലിസത്തെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു ടെക്നോളജി കാലത്ത് ഏറ്റവും പ്രമുഖമായി തീരുന്ന ഒന്നാണ് ഇതെല്ലാം. നീതിയും കരുണയും സ്നേഹവും ഒന്നും സഹജീവിതവും ഒന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സോ നമ്മളെ പഠിപ്പിക്കുകയില്ല. അത് മനുഷ്യൻ ജീവിക്കേണ്ടുന്ന ഒരു രീതിയാണ്. കരുണ എന്നത്, സ്നേഹം എന്നത്, സഹജീവികളോടുള്ള സ്നേഹം എന്നതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതും ഏതെങ്കിലും തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്രിമ ബുദ്ധിയോ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സോ ഒന്നുമല്ല. അതെല്ലാം പഠിപ്പിക്കാൻ നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ചില നിലപാടുകളാണ്. നമുക്ക് ഒരുപാട് സൗജന്യങ്ങളുടെ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഫേസ്ബുക്ക് നമുക്ക് സൗജന്യമാണ്, ഇൻസ്റ്റഗ്രാം നമുക്ക് സൗജന്യമാണ്, ഗൂഗിൾ സൗജന്യമാണ്, വാട്സപ്പ് സൗജന്യമാണ്. പക്ഷേ എന്താണ് നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത്? സത്യം അതാണെന്ന് നമ്മൾ കരുതുകയാണ്. ഫേസ്ബുക്ക് നമുക്കെല്ലാ സൗജന്യങ്ങൾ നൽകുന്നുവെന്നും വാട്സപ്പ് സൗജന്യങ്ങൾ നൽകുന്നുവെന്നും ഗൂഗിൾ സൗജന്യങ്ങൾ നൽകുന്നുവെന്ന് ഒക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. സത്യം അതൊന്നുമല്ല. നമ്മുടെ മുമ്പിലേക്കും ഇതെല്ലാം നമ്മളെ തരുന്നതും നമ്മുടെ ഒരു ഉൽപ്പന്നം ആയി ആണ് എന്നുള്ളതിൻ്റെ പേരിലാണ്. ഉൽപ്പന്നം നമ്മളാണ്, നമ്മളെ വിറ്റഴിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ ലഘുലേഖ, ഈ പുസ്തകം എന്നോടും നിങ്ങളോടുമെല്ലാം ഉറക്കെ വിളിച്ചു പറഞ്ഞത്. ഈ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ ക്ലിക്ക്, നമ്മളുടെ ഇഷ്ടം, നമ്മളുടെ ഭയം, നമ്മളുടെ വിശ്വാസം, നമ്മളുടെ കോപം എല്ലാം ശേഖരിച്ച് ലാഭമാക്കി മാറ്റുന്നൊരു വ്യവസ്ഥ നമ്മുടെ കൺമുമ്പിലുണ്ട്. ആ കൺമുമ്പിലുള്ള ആ വ്യവസ്ഥയാണ് സർവൈലൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ. നാം വിചാരിക്കും നമ്മളെ നിരീക്ഷിക്കുന്നവരെ CCTV ക്യാമറകൾ മാത്രമാണെന്നാണ്. അല്ല. നമുക്ക് എല്ലായിടത്തും CCTV ക്യാമറകൾ. നിങ്ങളെ ഒരു CCTV ക്യാമറ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഈ വാക്കുകൾ നമ്മൾ പലയിടങ്ങളിലും കാണുന്നുണ്ട്. ഒന്നുമല്ലേയല്ല. നമ്മളെ നിരീക്ഷിക്കുന്നത് CCTV മാത്രമല്ല. നമ്മൾ നിരീക്ഷിക്കുന്ന നമ്മുടെ ഫോൺ മാത്രമല്ല, അൽഗോരിതങ്ങളാണ്. നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് വാങ്ങണം, എന്ത് വെറുക്കണം, എന്തിന് കൈയടിക്കണം, എല്ലാം കാണാത്ത ശക്തികൾ തീരുമാനിക്കുകയാണ്. ഇതാണ് ഏറ്റവും അപകടകരം. സർവൈലൻസ് ക്യാപിറ്റലിസത്തെ കുറിച്ചും ഈ ബ്രോഷറിൽ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അങ്ങേയറ്റ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഒരു ജനതയെ മുഴുവൻ ആനയിച്ചു കൊണ്ടുപോകാൻ ഒരുമ്പെട്ടുകൊണ്ടിരിക്കുന്ന രീതിയാവുകയാണ്. അവിടെയാണ് നമ്മളും കൂടി ചേർന്ന് നമ്മൾ ഡാറ്റയായി തീരുന്നത്. മനുഷ്യൻ ഡാറ്റയാകുമ്പോൾ നീതി നഷ്ടമായി തീരുകയാണ്. സർവൈലൻസ് ക്യാപിറ്റലിസത്തിൽ മനുഷ്യൻ ഒരു പ്രൊഫൈൽ നമ്പർ
ഒരു ടാർഗറ്റ് മാത്രമായി തീരുകയാണ്. അവിടെ കരുണയ്ക്ക് യാതൊരു വിലയും ഉണ്ടാവുകയില്ല, നീതിക്ക് അൽഗോരിതം ഉണ്ടാവുകയില്ല, മനസ്സിന് ഡാഷ്ബോർഡ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ വ്യവസ്ഥയിൽ ഏറ്റവും ദുർബലരായ മനുഷ്യർ അങ്ങേയറ്റം ദുർബലരായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം എന്നുള്ളതും ദുർബലന്റെ പക്ഷം ചേരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പ്രതിരോധ മുദ്രാവാക്യമാണ്. ക്യാമറകളുടെ പക്ഷം പിടിക്കാതെ, അൽഗോരിതങ്ങളുടെ പക്ഷം പിടിക്കാതെ, ഡേറ്റയുടെ പക്ഷം പിടിക്കാതെ മനുഷ്യർക്കൊപ്പം ചേരുക, മനുഷ്യന്റെ പക്ഷം പിടിക്കുക എന്നുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ, നീതിയുടെ പക്ഷം പിടിക്കലാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും നോക്കുമ്പോൾ അത് ഭരണഘടനയുടെ പക്ഷം പിടിക്കലാണ്. ഇന്ന് നമ്മൾ നിശബ്ദരായി തീർന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ മിണ്ടാതെ മാറി നിന്നാലോ? നമ്മൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം ഇടപെടുന്നത്? ഇന്ന് നിശബ്ദരായാൽ നാളെ നമ്മളെ ഒഴിവാക്കുന്ന ഒരു രീതി ഉണ്ടാവും. ആ ഒഴിവാക്കുന്നതും കേവലമായി നമ്മളെ മാറ്റി നിർത്തപ്പെടുകയല്ല, തീരുമാനങ്ങളിൽ നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു രീതി ഉണ്ടാവും. ഏത് തീരുമാനങ്ങളിൽ, എന്ത് തീരുമാനങ്ങളിലും, നയപരമായ തീരുമാനങ്ങളിൽ തുടങ്ങിയ എല്ലാ തീരുമാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നുണ്ടാവും. അതിനാവശ്യമായ അരിപ്പകൾ രൂപപ്പെട്ടു കഴിഞ്ഞു. ഓരോ ഇടങ്ങളിലും നമ്മളെ അരിച്ചരിച്ചരിച്ച് എടുക്കുകയാണ്. എങ്ങനെയാണ് അരിച്ചെടുക്കാൻ കഴിയുക? വോട്ടർ പട്ടികയിൽ നിങ്ങൾ അരിക്കപ്പെടുന്നുണ്ട്, പൗരത്വത്തിൽ നമ്മൾ അരിക്കപ്പെടുന്നുണ്ട്. ഓരോ ഇടങ്ങളിലും അരിക്കപ്പെടുന്നതും ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നത് നാം മനസ്സിലാക്കുക. നിങ്ങൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. നാളെ എടുക്കാമെന്നൊരിടത്തിലല്ല, എന്നേക്കുമായി ഒഴിവാക്കപ്പെടൽ ഉണ്ടാകുന്ന ഇടത്തം ദുർബലന്റെയും പാവപ്പെട്ടവന്റെയും പക്ഷം ചേരുക. ഈ ലഘുലേഖയുടെ അവസാനത്തെ പുറത്ത് NV കൃഷ്ണവാര്യരുടെ കവിത രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങു മനുഷ്യന് ചങ്ങല കൈകൾ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതിൻ്റെ പുറത്താകുന്നു എന്നും. ഈ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്നു നിന്ന് കായംകുളത്ത് നിന്നും വന്നു നിന്ന് പറയുകയാണ്. പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാവാം, ശാരീരികമായ അവശതകൾ ഉണ്ടാവാം. ആ അവസ്ഥകളെല്ലാം ഈ മുദ്രാവാക്യം ഉറക്ക പറയുന്നതിൽ നിന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന ഈ മഹാമനുഷ്യനെ മാറ്റി നിർത്തുന്നതേയില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഞാൻ മനുഷ്യർക്കൊപ്പമാണ്, നമ്മൾ മനുഷ്യർക്കൊപ്പമാണ് എന്ന്. കാരണം ചങ്ങല കൈകളിലാവുന്ന മനുഷ്യരുണ്ട്, വേദന കൊണ്ട് പുളയുന്ന മനുഷ്യരുണ്ട്. അവിടെ ചങ്ങലകൾ വീഴുന്നത് എൻ്റെ കൈകളിലാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് മനുഷ്യൻ ചെറുതാവാതിരിക്കട്ടെ. ഡാറ്റ വളരുമ്പോൾ മനുഷ്യൻ ചെറുതായി പോകാൻ പാടില്ലാത്തതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇന്റർനെറ്റ് ഓഫ് തിങ്സും വളർന്നു വരുന്ന കാലത്ത് മനുഷ്യനും മനുഷ്യത്വവും മാനവികതയും ചെറുതാവാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ മുദ്രാവാക്യമായി മനുഷ്യർക്കൊപ്പം എന്ന് മാറുന്നത്. അത് എല്ലാ ഇടങ്ങളിൽ നിന്നും നാം കേൾക്കുന്ന ഏറ്റവും പ്രമുഖമായ മുദ്രാവാക്യമാണ്. നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മുദ്രാവാക്യമാണ്. മനുഷ്യനും പ്രകൃതിയും എല്ലാം അതോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും ആഴക്കയങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടവർക്ക് ഒപ്പം ചേർന്ന് നിൽക്കാൻ ഒരു മതമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അശരണരും ആലംബഹീനരുമായ ആളുകൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ഈ മതം ഉണ്ടായത്. അതുകൊണ്ടാണ് ദുർബലരുടെ പക്ഷം പിടിക്കാൻ ഈ മതം ഉണ്ടായത്. ശത്രുവിനോട് പോലും സ്നേഹം കാണിക്കേണ്ടതുണ്ട് എന്നും ഈ മതം ഉറക്കെ 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 വിളിച്ചു പറഞ്ഞത്. എതിരാളിയെ എല്ലാ അർത്ഥത്തിലും നിലംപരിശാക്കുകയല്ല ഏറ്റവും പ്രമുഖമായ കടമയും കർത്തവ്യവുമെന്നും ഈ മതം ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രമുഖമാണ് എന്ന് പറഞ്ഞു. തന്നോടൊരാളെ ആക്രമിക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ല നന്മ കൊണ്ട് അതിനെ നേരിടുക, തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നേരിടുക. നമ്മളോട് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. ഏതാണ് വഴിയെന്ന് ചോദിക്കുന്നുണ്ട്. സിറാത്തുൽ മുസ്തഖീം എന്ന ആ വഴിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. അത് നേരിന്റെ പാതയാണ്, സത്യത്തിന്റെ പാതയാണ്. നേരിന്റെയും സത്യത്തിന്റെയും കാരുണ്യത്തിന്റെയും വഴികൾ അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തും മനുഷ്യർ ഓരോരുത്തരും യന്ത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നിടത്തും യന്ത്രങ്ങളായി മാറാൻ പാടില്ലെന്നും, കരുണയുടെ ഇടങ്ങൾ വറ്റിപ്പോകാൻ പാടില്ലെന്നും, സ്വാതന്ത്ര്യം അസ്തമിച്ചു പോകാൻ പാടില്ല എന്നും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ തന്നെയും അസ്തമനം ഉണ്ടാകുമെന്നും ഒരു വലിയ മുന്നറിയിപ്പ് നൽകുക മാത്രമല്ല, ആ മുന്നറിയിപ്പിനോടൊപ്പം തന്നെ ഇതാ ഞാൻ ഈ കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നു എന്നുള്ളത് ഈ ജാഥയുടെ മുദ്രാവാക്യത്തിന്റെ ഏറ്റവും പ്രമുഖമായ ഒരു ഘടകമായി മാറുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇനിയും വിസ്തരിച്ച് നിങ്ങളുടെ മുമ്പാകെ പറയുകയല്ല. വർത്തമാനകാലത്തിന്റെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. തന്നോട് ആക്രമിക്കാൻ വരുന്ന ആളുകളുടെ പോലും മുമ്പിൽ നിന്നിട്ടും അതിനെ എല്ലാം അവഗണിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. അതുകൊണ്ടായിരുന്നല്ലോ ഊരിപ്പിടിച്ച വാളുമായി ദുഹദിർ വന്ന് നിൽക്കുന്ന അവസരത്തിലേക്ക് ആ വാൾ പിടിച്ചു വാങ്ങിച്ച് ആ എതിരാളിയെ നേരിടുകയെന്നല്ല പ്രവാചകൻ നമ്മുടെ മുമ്പാകെ കാണിച്ചു തന്ന വഴിയെല്ലാം. ആരുണ്ട് നിന്റെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല എന്ന് പറയുന്നിടത്ത് അവൾ ഒറ്റപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ്. ആരുണ്ട് എൻ്റെ കൂടെ? ദൈവത്തെക്കുറിച്ച് മാത്രമേ അന്ന് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. നോക്കൂ, ആരുമില്ലാത്തവർക്കൊപ്പം ആര് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടതെന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് വിഗ്രഹങ്ങൾക്കായി ബലിയർപ്പിച്ചിരുന്ന ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല എല്ലാം കൂടിക്കൊണ്ട് എന്നും പ്രാർത്ഥനാപൂർവ്വം ഇരുന്നയാൾ
നബി തിരുമേനിയുടെ കഴുത്തിലേക്ക് കൊണ്ട് ചാർത്തിക്കൊടുക്കുമ്പോൾ ഭാരം കാരണം തലയെന്നെടുത്തുയർത്താൻ പോലും കഴിയാതെ കുഴിഞ്ഞിരിക്കേണ്ട ഗതികേടിലായിത്തീർന്നു നബി തിരുമേനി. മകൾ ഫാത്തിമ വന്നിട്ടാണ് അതെല്ലാം എടുത്തു മാറ്റുന്നത്. അങ്ങനെ എടുത്തു മാറ്റിയപ്പോൾ എതിരാളിയെ നമുക്കിപ്പോൾ തന്നെ നശിപ്പിക്കാമെന്നല്ല നബി തിരുമേനി പറഞ്ഞത്, തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നേരിടുക. അപ്പോൾ നിങ്ങളോട് ശത്രുതയിൽ കഴിയുന്നവർ പോലും ആത്മമിത്രത്തെ പോലെയായിത്തീരും എന്ന്. ഇതിനേക്കാൾ വലിയൊരു മുദ്രാവാക്യമില്ല, ഇതിനേക്കാൾ വലിയൊരു മരുന്നില്ല. ശത്രുവിനെ പോലും അങ്ങനെ മിത്രമാക്കി തീർക്കാം എന്നുള്ളത്, അതിനേറ്റവും വലിയ മുദ്രാവാക്യമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ളത്. ഇവിടെ ശത്രുവിൻ്റെയും മിത്രത്തിൻ്റെയും അല്ല, മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശത്രുത ഏറ്റവും പ്രമുഖമായ ഒന്നല്ലതായി മാറിത്തീരും. വിദ്വേഷം വിതയ്ക്കാൻ കഴിയുമെന്നും ഭയം ജനിപ്പിക്കാൻ കഴിയുമെന്നും വെറുപ്പിനെ പടർത്താൻ കഴിയുമെന്ന് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ ഫാസിസത്തിന്റെ വക്താക്കൾ അരങ്ങ് ആടിത്തമിർത്ത് ഈ നാടിനെ അവതരിപ്പിക്കുന്നിടത്തും നമുക്ക് മാനവികതയെ ഉയർത്തിപ്പിടിക്കാം, മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കാം. കാന്തപുരം ഉസ്താദിന്റെ ഈ വാക്കിനെ ഹൃദയത്തോടൊപ്പം ചേർത്ത് വെക്കാം. അത് കഴുത്തിൽ അണിയുന്ന ഒരു ബാഡ്ജിനപ്പുറത്തേക്ക് ഹൃദയത്തിൽ അണിയുന്ന, ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന മുദ്രാവാക്യമായി തീരാം. മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ ഈ കേരള യാത്ര വിജയിച്ച യാത്രയാണ്. ഈ യാത്രയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.